BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പണിപ്പുരയ്ക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ടാസ്കിൽ 2 കണ്ടസ്റ്റൻസിന് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. അത് ഓൾറെഡി രാവിലെ തന്നെ സെലക്ട് ചെയ്തിരുന്നു. ഒന്ന് ആദില ആൻഡ് നൂറയും, രണ്ടാമതായി സെലക്ട് ചെയ്തത് അക്ബറിനെയായിരുന്നു. ഇവർ 3 പേർക്കും മാത്രമാണ് പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് 6 ചീട്ടുകൾ അടങ്ങിയ ഒരു ബൗൾ ഇവർക്ക് നൽകിയിരുന്നു. ആ 6 ചീട്ടുകളിലും സമയത്തിൻ്റെയും പോയിന്റുകളുടെയും കോമ്പിനേഷനാണ്. ആ ബൗളിൽ നിന്നും ഇവർക്ക് ലഭിച്ചത് 16 സെക്കൻഡിൻ്റെയും 575 പോയിന്റിൻ്റെയും കോമ്പിനേഷൻ ചീട്ടാണ്. ഇതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ടൈമും പോയിന്റും. ഈ 16 സെക്കൻഡിനുള്ളിൽ 575 പോയിന്റിനുള്ളിൽ നിൽക്കുന്ന വസ്തുക്കൾ എടുത്ത് ഇവർ പണിപ്പുരയിൽ നിന്നും പുറത്തിറങ്ങണം. 16 സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങിയില്ലെങ്കിൽ എടുത്ത വസ്തുക്കളെല്ലാം തിരികെ നൽകണം. അതുപോലെ തന്നെ 575 പോയിന്റിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ എടുത്താൽ കൂടുതലായി എടുത്തവയും തിരികെ നൽകണം. ഇതാണ് ഇവർക്ക് നൽകിയ ടാസ്ക്. ബസർ ടു ബസർ ആയിരുന്നു ടാസ്കിൽ പങ്കെടുക്കേണ്ട 3 പേരും പണിപ്പുരയുടെ ഫ്രണ്ടിലുള്ള റെഡ് കാർപ്പറ്റിൽ നിൽക്കണം. ബസർ അടിച്ചതിന് ശേഷം പണിപ്പുരയ്ക്കുള്ളിൽ പ്രവേശിച്ച് കൃത്യം 16 സെക്കൻഡുകൾ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങണമെന്നായിരുന്നു. ഫസ്റ്റ് പണിപ്പുര ടാസ്ക് ആയതുകൊണ്ടും 16 സെക്കൻഡ് വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഇവർക്ക് 16 സെക്കൻഡിനുള്ളിൽ വസ്തുക്കൾ എടുത്ത് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ നിയമമനുസരിച്ച് 16 സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങാത്തതിനാൽ എടുത്ത വസ്തുക്കളെല്ലാം തിരിച്ച് പണിപ്പുരയിൽ തന്നെ വെക്കേണ്ടതായി വന്നു. ആഴ്ചയിൽ 2 തവണ മാത്രമാണ് പണിപ്പുര ടാസ്ക് നടക്കുക. അതിലെ 1ാമത്തെ ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾക്കും അക്സസറീസിനും വേണ്ടി അടുത്ത ടാസ്ക് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ബിഗ് ബോസ് ഇവർക്കൊരു 7ൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ടാസ്കിന് വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യാം.